എൻ്റെ കൂട്ടുകാരെ സഹോദരങ്ങളെ എല്ലാവർക്കും ഒരു നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. ഞാൻ പയർ തോരത്തിനരിഞ്ഞു. ഇതിനിപ്പോൾ മെഴുക്ക് പുരട്ടിക്കരിയുന്നു. മെഴുക്ക് പുരട്ടിക്ക് അല്ല, ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് എന്തിനെന്നറിയോ? കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ഒരു ബർത്ത്ഡേരത്. ഇവിടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. അങ്ങനെ അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു, ചേച്ചി ഒരു ബർത്ത്ഡേക്ക് ഒരു പാട്ട് പാടാൻ എന്നോട് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ പാടിയതാണ്. കൊച്ചിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ട്, അവൾക്കിപ്പോൾ 12 വയസ്സായി. 12 വയസ്സായി, 12ാമത്തെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പാടിയതാണ്. കൊള്ളായിരുന്ന? ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സുവർക്കം നോർത്തോളി, പുതുമതിയാ മുത്തുമുഹമ്മദ് തോമൊഴിയുള്ളിലുറച്ചോളി, അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ, 1000 പോറ്റുമ്മ വന്ന സ്വന്തം പെറ്റുമ്മയായിടുമോ. അങ്ങനെ ഒരു പാട്ട് പാടിയായിരുന്നു. കൊള്ളായിരുന്ന? ഇവിടെ ആരുമില്ലായിരുന്നു, എന്നോട് പാടാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ പാടി. മോള് സ്കൂളിൽ പോയായിരുന്നു, കൊച്ചു സ്കൂളിൽ പോയായിരുന്നു. അതിൻ്റെ അമ്മ ജോലിക്ക് പോയായിരുന്നു, കോടതിയിലാണ് ജോലി. അതിൻ്റെ അച്ഛന് കോളേജിലാണ് ജോലി. അതിൻ്റെ ചേട്ടൻ എറണാകുളത്ത് എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു. കൊച്ചുമോള് ഇവള് 6ൽ പഠിക്കുന്നു. അങ്ങനെ എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞ് ഞാനങ്ങനെ പാടി അവരൊക്കെ വിട്ടുകൊടുത്ത്. കുഴപ്പമില്ല ചേച്ചി, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. കൂട്ടുകാരെയൊക്കെ കാണിച്ച് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു, മോളെ ഞാനിത് യൂട്യൂബിനകത്തൊന്നും ഇടുന്നില്ല കേട്ടോ, നിങ്ങളുടെ കാര്യമല്ലേ. അപ്പോൾ ഞാനതൊരു പാട്ട് കൊച്ചിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ടൊരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് അത് ശരിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, മോളെ ഞാൻ വീഡിയോ ഇടുന്നില്ല, യൂട്യൂബിനകത്തൊന്നും ഞാൻ വീഡിയോ ഇടുന്നില്ല എന്ന് പറഞ്ഞേ. അപ്പോൾ എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല ചേച്ചി വീഡിയോ ഇട്ടോ, ചേച്ചി യൂട്യൂബിനകത്തൊക്കെ ഇട്ടോ, ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ചേച്ചി ഇട്ടോ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ. കൊള്ളായിരുന്നാ? എന്നാൽ പിന്നെ ശരി സഹോദരങ്ങളെ, ഞാനപ്പോൾ തോരത്തിനരിയാം. ഇപ്പോൾ മെഴുക്ക് വെട്ടിക്കരിയാം. തോരത്തിനരിഞ്ഞു കുറച്ച് ചെറുതായിട്ട്, കുറച്ച് വലുതായിട്ട് മെഴുക്ക് പുരട്ടി. ഇതെന്ന് പറഞ്ഞാൽ തോരത്തിന് തീരെ കുഞ്ഞായിട്ട് അരിഞ്ഞാൽ ഇതൊന്ന് ഇതായിപ്പോവും. ഇച്ചിരി ഒന്ന് വലുതായിട്ട് അരിയണം, എങ്കിലേ കൊള്ളാവും. ചിലർ കുഞ്ഞായിട്ട് അരിഞ്ഞു വയ്ക്കും. എനിക്ക് പക്ഷേ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ അരിയും. വെന്തിട്ട് നമ്മൾ കടുവൊക്കെ വറുത്തിട്ട് വെന്ത് അരപ്പൊക്കെ ഇടുമ്പോൾ ഇച്ചിരി ഒരു ഇതാവും. ഇത് അല്ല, തീരെ കുഞ്ഞാവുമ്പോഴേ വേറൊരു ഇങ്ങനെ അങ്ങ് കുഴഞ്ഞ പോലെ ആയിപ്പോവും, ചവയ്ക്കാൻ കാണത്തില്ല. ഇനി തോരനും അവിയലൊക്കെ ചവയ്ക്കണം, മെഴുക്ക് പുരട്ടിയൊക്കെ ചവയ്ക്കണം. എന്നാൽ പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റാ. പയറുണ്ട്, ഇത് 3 സൈസ് പയറാണ് കേട്ടോ. ഇത് ഇച്ചിരി ചെറുത്, നമ്മുടെ നാടൻ പയറാണിത്. പിന്നെ ഇത് നാടൻ പയർ തന്നെയാണെന്ന് തോന്നുന്നല്ലേ, കണ്ട ഇച്ചിരി വലുത്. അതിൻ്റെ ഇടയിൽ ചുമന്ന പയറും ഉണ്ട് കേട്ടോ. ചുമന്ന പയറാണ് രസമല്ലേ. എന്നാൽ പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റാ. ഞാനിടുന്ന എൻ്റെ എല്ലാ വീഡിയോയ്ക്കും ലൈക്കൊക്കെ തരണം കേട്ടോ. ലൈക്ക് തരണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ടാറ്റാ.